എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആർത്ത് വിളിച്ച് ഹലോ ഗൈസ് പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറക്കാൻ പോവുകയാണ്. വിശിഷ്ട വ്യക്തി മിസ്റ്റർ അബ്ദുറഹ്മാൻ സ്പെഷ്യൽ അബ്ദുറഹ്മാന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ഇന്ന് എന്താ പറയാ ഡിഷുകളൊക്കെ ഗ്രൗണ്ട് സെറ്റാണ്. IPL ഒക്കെ ഉണ്ടല്ലോ, RCBയിൽ വിരാട് കോഹ്ലിക്ക് അവസാനല്ലേ വരിക, ഒക്കെ അതിന്റെ ശേഷം അവസാനം വരും. വരുന്നില്ലേ? സ്ലോ മോഷനിൽ പോണേ. വരുന്നില്ലേ? ഞങ്ങൾ വന്നപ്പോത്തിന് ഇത് ഇന്നും ഇത്ര ആൾക്കാരുണ്ട്. ജ്യൂസ് എല്ലാം ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ സാമഗ്രികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചണ്ടയും മേളവുമായി നിഖിൽ ജെയിംസ് ആൻഡ് ടീംസ് പുറപ്പെടാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മുഹുദൈരിയാത്ത് പൊളിച്ചടക്കുവാൻ എന്നാണ് നമ്മുടെ കമ്പനി ബുർജിൽ ഹോൾഡിങ്സിൻ്റെ സ്പോർട്സ് ഇവൻറ്റ്. സോ ഇന്ന് അതിന് തുടക്കമിടാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനും ഒന്ന് അവർക്ക് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിഖിൽ ആൻഡ് ടീംസ് പോവുകയാണ്. അങ്ങനെ ആകെ ഞങ്ങൾ 2-3 പേര് മാത്രമുള്ളൂ. ഇനി എത്ര പേര് വരുമെന്ന് അറിയില്ല. ചെറിയൊരു തിരുത്തുണ്ട്. എനിക്കും പോകേണ്ടി വന്നു. ഞാനൊന്ന് റൂമിൽ പോവായിരുന്നു. അത് വിളിയോട് വിളി, ഫോണിലെങ്ങനെ വിളിക്കാൻ എല്ലാവരും കൂടെ. അങ്ങനെ ഞാനും പോന്നു. ഈ മാട്ട ബസ്സിലാണ് ഞങ്ങൾ പോകാൻ പോണത്. ഹലോ മാനേജർമാർ, കള്ളന്മാരെ കമ്പനിയുടെ കാശ് മുക്കി തിന്നവനെ ഇങ്ങോട്ട് വേടാ. പുക പോണം, മഞ്ഞ പച്ച അങ്ങനത്തെ പുക പോണ സാധനം ഉണ്ടാക്കിയിരിക്കും. ഞാൻ കളർഫുൾ പുക വേണം. എടാ അതാണ് ഇപ്പൊ ട്രെൻഡ്. ഒരു അതെങ്കിലും അങ്ങനെ ഞങ്ങൾ ആകെ കുറച്ച് പേരുണ്ട്. ഇത് എല്ലാ പ്രാവശ്യത്തും പോയല്ല, ഇപ്രാവശ്യം ആരുമില്ല. സപ്പോർട്ടിനൊന്നും പയ്യന്മാരാരും വരുന്നില്ല. ആർക്കും ഒരു താല്പര്യമില്ല വരാൻ. ഈ കൊല്ലം വളരെ ഡിഫറെൻ്റായി. കോർഡിനേറ്റ് ചെയ്യാനും ആരുമില്ല. ഗെയിംസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിംസിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനോ ഏതൊരു ഗെയിംസിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനോ ഒന്നും ആരും ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ മിസ്റ്റേക്ക് കാരണമാണോ അതോ ഇനി ഇപ്രാവശ്യം കോർഡിനേറ്റ് ചെയ്യാൻ ആരും ഇല്ലായിട്ടാണോ? ഈ 2 കാര്യങ്ങളിൽ ഒന്നായിട്ടായിരിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി ഞങ്ങളങ്ങോട്ട് പോവാണ്. ഒരു 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഞങ്ങളിവിടെ എത്തി ഹുദൈരിയാത്തിൽ. എന്തായാലും വന്നു. നമ്മുടെ ഹോസ്പിറ്റലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ എൻജോയ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് വർഷത്തിലൊരിക്കൽ ഈ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് ഡേയിൽ അവർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അവർ അർമാദിക്കുന്നുണ്ട് എന്നതാണ്. ടിക്ടോക്കിലല്ല, വ്ളോഗിലായിരിക്കും. വലിയ കൊടികളുമായി ഞാനെന്തെങ്കിലും മാത്രമുള്ളൂ. അതെ, വളരെ ശോകാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഒന്നും ചെയ്യാനില്ല. എന്തപ്പോ നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത്? ഒന്നും കാട്ടാനില്ല. ഇവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടുക. Everyone can see. For Meteor have only few people available. ഇതൊന്നുമല്ല മക്കളെ നമ്മളെ മെഡിയോറിൻ്റെ ആൾക്കാർ. ഇതൊക്കെ വളരെ ചെറുതാണ്. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വരും, പക്ഷേ എന്നാലും ആവില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഓടിപ്പോകുന്നത് അതേപോലെ വേറൊരു ഹോസ്പിറ്റലും കൂടി പോകും. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നമ്മളും കൂടി ഒരു വരവറിയിപ്പ്. ഇപ്പോൾ നമ്മൾ ചണ്ടമേള താളമേളങ്ങളുടെ
അകമ്പടിയോടെ നമ്മളും ഓടാൻ പോവാം. ഞങ്ങൾ ഓടിയെത്തി. ഇനി ഞങ്ങളെ കൂട്ട ഡാൻസ്. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഇനി നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ മുതലാളിമാരുടെ പ്രസംഗമാണ്. അടുത്തതായി പ്രതിജ്ഞ. നമ്മളെ ഹോസ്പിറ്റലിനായിട്ട് നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുഖമ്മ എടുത്തിട്ട് തലയിട്ടേനു. അതാണ് ഞാൻ. അങ്ങനെ അവിടെ ഇരുന്ന് ചടച്ച് ഭ്രാന്തായപ്പോൾ ഞാൻ ഷിഹാനെയും അവൻ്റെ പെണ്ണിനെയും വിളിച്ചിട്ട് നേരം അങ്ങോട്ട് പോന്നു. നമ്മളെ ചെക്കന്മാരൊന്നും ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു രസമില്ല. പിന്നെ നിഖിലും പ്രനേഷും ഇവരൊക്കെ അവരുടെ പരിപാടികളായിട്ട് അവർ ബിസിയാണ്. കാരണം അവർക്ക് വോളിബോളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഓൾറെഡി പങ്കെടുക്കുന്നുണ്ട്. സബ്ബായിട്ടും കളിക്കുന്നവരായിട്ടൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. കളി അറിഞ്ഞൂടാത്ത രണ്ടവന്മാർ ഇവിടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ കുട്ടികളെ വിട്ടിട്ട് പോവാം. അങ്ങനെ നടന്ന് വക്കൊട്ടി ഇതായപ്പോൾ ഇവിടെ സൂംബ ടീം ഇവിടെ തകർത്തോണ്ട് നിൽക്കണം. ഞാൻ അതും അടുത്ത് നടന്നപ്പോൾ ഫുട്ബോൾ മാച്ച് സ്റ്റാർട്ടായി. അവിടെ നിന്ന് പിന്നെയും പോയി വോളിബോൾ കളിക്കുന്നിടത്തേക്ക്. വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കളിയുണ്ടോ ആൾക്കൂട്ടമുണ്ടോ എന്നൊക്കെ പോയപ്പോൾ ഇവിടെ ഒരു ജനന്തനുണ്ട് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതും കണ്ടിരുന്നു. ചില ടീമും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കാണുമ്പോൾ കൊതിയായി പോകും. അടുത്ത ഫുട്ബോൾ നമ്മുടെ LLH ഹോസ്പിറ്റലിൻ്റെ കളിയാണ്. അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരെ കയ്യിലുണ്ട്. കുറച്ച് മുന്നേ അവരെ കളിയാക്കി വിട്ടിട്ടുള്ളൂ, കളിക്ക് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ കളി കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കാം.